ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബികോം BBAയുടെ ഒരു മെയിൻ സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതിലൊരു മെയിൻ സബ്ജക്റ്റാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ ഇത്. അത്യാവശ്യം നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് എല്ലാവരും പഠിക്കുക. എനിവേ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഈ ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, അതായത് എനിക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ട്. എൻ്റെ കമ്പനിയിലേക്ക് കുറച്ച് ക്യാഷ് ആവശ്യമായിട്ട് വരികയാണ്, ഒരു 10-15 ലക്ഷം രൂപ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് എന്ത് വേണം, ഇനിയും ക്യാഷ് വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കമ്പനിയുടെ ഷെയർസ് ഞാൻ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. കമ്പനിയുടെ ഷെയർസ് ഞാൻ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും ഒക്കെയാണ് കമ്പനിയുടെ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. അങ്ങനെ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കുകയാണ്, പ്രിഫറൻസ് ഷെയർസ് വാങ്ങിക്കുകയാണ്. നിങ്ങൾ ഒരു ഷെയർ വാങ്ങിച്ചു. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രിഫറൻസ് ഷെയർസ് വാങ്ങിച്ചു. ഓക്കെ, അങ്ങനെ അത് ഞാൻ നിങ്ങൾക്ക് എല്ലാ മാസവും ഡിവിഡൻറ്റൊക്കെ തരുന്നത്. അപ്പോൾ വാങ്ങിക്കുന്ന ടൈമിൽ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് എഗ്രിമെൻറ്റ്? നിങ്ങളത് 10 വർഷം കൈവശം വയ്ക്കും. ആ 10 വർഷം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് റെഡീം ചെയ്തെടുക്കും. അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് തിരിച്ച് വാങ്ങിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഇത്ര % ഞാൻ നിങ്ങൾക്ക് ഡിവിഡൻറ്റ് തരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ്. ഓക്കെ, അങ്ങനെ എഗ്രിമെൻറ്റിൽ നിങ്ങളും ഞാനും സൈൻ ചെയ്തു. ഓക്കെ, ശരിയായി വന്നു. അപ്പോൾ ആ എഗ്രിമെൻറ്റ് നിലവിൽ വന്നു. അങ്ങനെ എഗ്രിമെൻറ്റ് നിലവിൽ വന്നപ്പോൾ നമുക്ക് ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 100 രൂപ നിങ്ങൾ എനിക്ക് തരണം. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ആ പ്രിഫറൻസ് ഷെയർ തരുന്നത്. ഓക്കെ, നിങ്ങൾ എനിക്ക് 100 രൂപ തന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു, പ്രിഫറൻസ് ഷെയറും തന്നു. മനസ്സിലായില്ലേ? അതാണ് എന്താ പറയുക, ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് നമ്മളത് ഇഷ്യൂ ചെയ്തു. അങ്ങനെ അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞു നമ്മുടെ എഗ്രിമെൻറ്റിലുള്ള ഒരു സെർട്ടൈൻ പീരീഡ് വന്നു. അതായത് നിങ്ങൾക്ക് അതുവരെ ഞാൻ ഡിവിഡൻറ്റൊക്കെ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, അതെനിക്ക് റിഡീം ചെയ്യണം. കാരണം നമ്മുടെ എഗ്രിമെൻറ്റിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലം കഴിഞ്ഞു. അപ്പോൾ എനിക്കത് റിഡീം ചെയ്യണം. അങ്ങനെ റിഡീം ചെയ്യാൻ തന്നെ നിങ്ങളുടെ നിന്ന് ഞാനത് തിരികെ വാങ്ങിക്കുക. അപ്പോൾ നിങ്ങളുടെ നിന്ന് ഞാനത് തിരികെ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ നിന്ന് ഞാൻ വാങ്ങിച്ച ക്യാഷ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരണം. എന്നിട്ട് ആ പ്രിഫറൻസ് ഷെയർസ് ഞാൻ തിരികെ വാങ്ങിക്കണം. ഇതിനാണ് എന്ത് പറയുന്നത്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ നിന്ന് ആ ഒരു പ്രിഫറൻസ് ഷെയർ തിരികെ വാങ്ങിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്നിട്ട് ക്യാഷ് തരാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിലാണ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. നമുക്ക് ജേർണൽ എൻട്രി ഒക്കെ എഴുതിയിട്ട് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കാനുള്ളത് ഈ ഒരു ഇതിലാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ നിന്ന് ഞാൻ ക്യാഷ് വാങ്ങിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് തരുന്നു, പ്രിഫറൻസ് ഷെയർസ് തരുന്നു. ഈ നിങ്ങൾ എനിക്ക് ക്യാഷ് തരുമ്പോൾ, അതായത് ഞാൻ നിങ്ങൾക്ക് പ്രിഫറൻസ് ഷെയർസ് തരുമ്പോൾ ഞാൻ നിങ്ങളുടെ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നത് ചിലപ്പോൾ 100 രൂപയായിരിക്കും എന്ത്, പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നത് 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കും. അതിനെയാണ് പാർ എന്ന് പറയാം. ഇനി അത് 110 രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് പ്രീമിയം. ഓക്കെ, ഞാൻ നിങ്ങളുടെ നിന്ന് ക്യാഷ് വാങ്ങിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ജേർണൽ എൻട്രി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇനി റിഡംഷൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തന്നിട്ട് ആ പ്രിഫറൻസ് ഷെയർ ഞാൻ തിരികെ വാങ്ങിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അപ്പോഴും ഉണ്ട് എന്ത് പറയുന്നത്, പാറിലും പ്രീമിയത്തിലും. മേ ബി ഞാനത് നിങ്ങളുടെ നിന്ന് തിരികെ വാങ്ങിക്കുന്നത് 100 രൂപയ്ക്കായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, 110 രൂപയ്ക്കായിരിക്കും. ഞാൻ ഈ 100, 110 ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അതിൽ പറയും എങ്ങനെയാണ്, എത്ര % പ്രീമിയം എന്നൊക്കെ. ഒരിക്കലും ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്യൂ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ റിഡീമും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റിഡംഷൻ്റെ കേസിൽ വരുന്ന ഒരിത് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് കണ്ടെത്തണം. ക്യാഷ് ഉണ്ടെങ്കിലല്ലേ ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അത് നമ്മൾ ചെയ്യുന്നത് 3 വഴി കൂടിയാണ്. ഒന്നൊക്കെ അത് ഫ്രഷ് ഇഷ്യൂ, നമ്മൾ എന്ത് ചെയ്യും, വേറെ ഫ്രഷ് ഇഷ്യൂ നമ്മൾ ഷെയർ ചെയ്യും. അതായത് പ്രിഫറൻസ് ഷെയർസ്, നിങ്ങളുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർസ് ഞാൻ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാർക്കെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടും, അത് ഞാൻ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളുടെ നിന്ന് ഞാൻ പ്രിഫറൻസ് ഷെയർസ് വാങ്ങിക്കും. അത് ഫസ്റ്റത്തെ രീതി. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, കമ്പനിയുടെ പ്രോഫിറ്റ്. എനിക്ക് ഒരു വർഷത്തിൽ ഒരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 10,000 രൂപ ഞാൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവാക്കുന്നില്ല. ലൈക്ക് നമ്മുടെ അങ്ങനെ കമ്പനിയുടെ ഓണേഴ്സിനൊന്നും കൊടുത്ത് പ്രോഫിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഒരു സെർട്ടൈൻ % ഞാൻ കമ്പനിയിൽ അവിടെ വെക്കും. ഒരു റിട്ടൈൻ ഏർണിങ്സ് ആയിട്ട് ഞാൻ അവിടെ വെക്കും.
അപ്പോൾ അവിടെ കുറച്ച് എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ട് എടുത്തിട്ടും എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രിഫറൻസ് ഷെയർസിന് റെഡീം ചെയ്യാം. അല്ലാത്ത കേസിൽ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, അതായത് കുറച്ച് പ്രോഫിറ്റ് കൊടുക്കുക, കുറച്ച് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂവും ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞത്, അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതിലാദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇഷ്യൂ ചെയ്തിട്ട് ക്യാഷ് കണ്ടെത്തും. ക്യാഷ് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള റിഡംഷനൊക്കെ വരുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. ഇതാണ് ഈ ചാപ്റ്ററിൽ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകും. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൽ റീപേ ചെയ്യുക, അതിനെയാണ് റിഡംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് either at a fixed date of or after a certain period of time during the lifetime of the company. അതായത് റിഡംഷൻ എന്ന് പറയുമ്പോൾ എന്താ, പ്രിഫറൻസ് ഷെയർസിന് റീപേ ചെയ്യാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത്. ഒന്നുകിൽ അതൊരു ഫിക്സഡ് ഡേറ്റിനായിരിക്കും, അല്ലെങ്കിൽ ആഫ്റ്റർ എ സെർട്ടൈൻ പീരീഡ് കഴിഞ്ഞിട്ട്. അത് കമ്പനിയുടെ ലൈഫ് ടൈം തന്നെ, കമ്പനി അടച്ചു പൂട്ടിയതിന് ശേഷമല്ല, കമ്പനി ഓപ്പൺ ആയിരിക്കുമ്പോൾ തന്നെ, കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എനിവേ മേ ബി ഞാൻ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. വേറെ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ കോളേജേഴ്സ് ആരെങ്കിലും ഒക്കെ നല്ല ചിലക്ക് എടുക്കുന്നുണ്ടെന്ന് ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് അത് ചൂസ് ചെയ്യുക. അത് ഞാൻ ഏറ്റവും പീക്ക് ലെവലിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത് മേ ബി എല്ലാവർക്കും ഡൈജസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, എന്നാലും എനിവേ ഇതാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതായത് ഈ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. ഷെയർസ് എന്തായിരിക്കണം, മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ്. അതായത് അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഷെയർ വാങ്ങിച്ചു 100 രൂപയുടേന്ന്. അത് മേ ബി ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ ആയിരിക്കും നിങ്ങൾ ക്യാഷ് തരുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ ക്യാഷ് ഒരുമിച്ച്, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം 10 രൂപ, പിന്നെ 20 രൂപ, പിന്നെ 30 രൂപ, പിന്നെ 20 രൂപ, പിന്നെ 30, അങ്ങനെയായിരിക്കും നിങ്ങൾ മേ ബി ക്യാഷ് തരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണ് ക്യാഷ് തരുന്നതെന്നുണ്ടെങ്കിൽ 100 രൂപയും നിങ്ങൾ എനിക്ക് അടച്ചു തീർത്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കണം. അങ്ങനത്തെ പ്രിഫറൻസ് ഷെയർസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് അടച്ച് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം അടച്ച് തീർക്കണം, എന്നിട്ട് വേണം എനിക്ക് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഷെയർസ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ് എന്ന് പറയുന്നത്. പിന്നെ റിഡംഷൻ മസ്റ്റ് ബി ഏതർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ഓർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതും ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തു. അതായത് റിഡംഷൻ നടത്തുന്നത് എവിടെ നിന്നായിരിക്കും, ഒന്നുകിൽ പ്രോഫിറ്റ്, അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രോഫിറ്റ് ഒന്ന് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ നടത്താം. പ്രീമിയം ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഓർ ജനറൽ ഓർ ഔട്ട് ഓഫ് ദി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. അതായത് പ്രീമിയത്തിലാണ് റിഡംഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 100 രൂപയുടെ ഷെയറാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് 110 രൂപയ്ക്കാണെങ്കിൽ എക്സ്ട്രാ വരുന്നത് 10 രൂപയാണ്. ആ 10 രൂപ ഞാൻ എവിടെ നിന്നാണ് എടുക്കേണ്ടത്, ഒന്നുകിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി, അല്ലാന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നാണ് ഞാനത് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇൻ കേസ് ഓഫ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഈക്വൽ വാല്യൂ റിഡംഷൻ എമൗണ്ട് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് നമ്മൾ ക്യാഷ് എടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു 2 സോഴ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് കണ്ടെത്തുക. ഒന്ന് പ്രോഫിറ്റിൽ നിന്ന് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് എമൗണ്ട് കണ്ടെത്തും. അതിൽ പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ ക്യാഷ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഈക്വൽ വാല്യൂ ഉണ്ടല്ലോ, അതായത് പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്ന ഈക്വൽ വാല്യൂ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല, പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ സെറ്റ് ആവും കേട്ടോ. അതാണ് 4 കണ്ടീഷൻസ് വരുന്നത്. ഈ 4 കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളത്. ഓക്കെ, എനിവേ സോഴ്സ് ഓഫ് റിഡംഷൻ, അതിൽ 3 സോഴ്സാണ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഫ്രഷ് ഇഷ്യൂ ചെയ്യുക, ഷെയർസ് ഇഷ്യൂ ചെയ്യുക, പിന്നെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് എടുക്കുക, പിന്നെ റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് രണ്ടും കൂടെ
എന്താ ചെയ്യുക, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് നിന്ന് എടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് റിഡംഷൻ നടത്തുക. ഓക്കെ, അതാണ് നമ്മളിതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബി കെയർഫുൾ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ജേർണൽ എൻട്രീസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഓരോന്ന് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഞാൻ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഞാൻ ജസ്റ്റ് റിഡംഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, redemption out of fresh issue of shares. Under this method, the amount payable to preferential holders is collected by issuing fresh shares. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ എമൗണ്ട് കണ്ടെത്തുന്നത് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് അവർക്ക് വേണ്ട എമൗണ്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത് കേട്ടോ. ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ പേയിങ് പ്രീമിയം എമൗണ്ട് ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഈ ഫ്രഷ് ഇഷ്യൂ ഷെയർസ്, ഫ്രഷ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മൾ ഒരിക്കലും പ്രീമിയം എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 110 രൂപയ്ക്കാണ് റിഡീം ചെയ്യേണ്ടത്. അതായത് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരേണ്ടത് 110 രൂപയ്ക്കാണ്. അപ്പോൾ അതിൽ 10 രൂപയാണ് എന്ത് വന്നിട്ടുള്ളത്, പ്രീമിയം വന്നിട്ടുള്ളത്. ഈ 10 രൂപ തരാൻ വേണ്ടിയിട്ട് ഈ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് എടുക്കരുത്. അതിന് നിങ്ങൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുക. ഞാൻ നേരത്തെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 100 രൂപ തരാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ പുതിയ ഷെയർസ് എടുക്കാം, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാഷ് എടുക്കാം. അല്ലാണ്ട് പ്രീമിയം ആയിട്ടുള്ള ഈ 10 രൂപ തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ആ ഷെയർസിൻ്റെ ക്യാഷ് എടുക്കരുത് എന്നാണ് അത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ദി പ്രോസസ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ പേയിങ് ബാക്ക് ഓൺലി ദ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതായത് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് എന്തിനു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, പ്രിഫറൻസ് ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ പേ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, അതായത് 100 രൂപയാണ് അതിൻ്റെ നോമിനൽ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ 100 രൂപ നിങ്ങൾക്ക് തരാൻ വേണ്ടി മാത്രമേ ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് പ്രീമിയം ആയിട്ടുള്ള 10 രൂപ തരാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യരുത്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് കനോട്ട് ബി റിഡീംഡ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യരുത് എന്നാണ് പറയുക. അതായത് നമ്മളിപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് റിഡീം ചെയ്യുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യരുതെന്നാണ് പറയാം. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അവിടെ ആകെ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളത് ഇക്വിറ്റി ഷെയർസ് ആണ്. മനസ്സിലായി? അതായത് പ്രിഫറൻസ് ഷെയർസ് ആണ് റിഡീം ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അതല്ല ഇനി ഇക്വിറ്റി ഷെയർസ് ആണ് റിഡീം ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അങ്ങനെ ഒരു ഇതാണ്. അതുപോലെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യരുത്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ കടപ്പത്രങ്ങളാണ്. ഓക്കെ, ഇതാണ് ഈ ഫസ്റ്റിൽ വരുന്ന റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നതിൻ്റെ എന്ത് പറയുന്നത് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നോക്കണ്ടേ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ? അപ്പോൾ എനിവേ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഇതിൽ ആദ്യം നമ്മൾ ടു മേക്ക് ഫുള്ളി പെയ്ഡപ്പ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു കണ്ടീഷൻ, ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണമെന്ന്. അപ്പോൾ ഈ ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ് ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഫസ്റ്റത്തെ ജേർണൽ എൻട്രി അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ജേർണൽ എൻട്രി ഉള്ളത്. അതായത് നിങ്ങളിത് ഫിനാൻഷ്യൽ അക്കൗണ്ട് സെക്കൻഡ്സും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ജേർണൽ എൻട്രി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർ, ഫൈനൽ കോൾ അക്കൗണ്ട് അപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ്, ഫൈനൽ കോൾ. ഓക്കെ, ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതായത് എത്ര എമൗണ്ട് ആണോ ബാലൻസ് ഉള്ളത് അത് നമ്മളിവിടെ രണ്ട് സൈഡിലും എഴുതുക. എന്നിട്ട് അത് നമുക്ക് ബാങ്കിലേക്ക് അവരപ്പോൾ തരും. ആദ്യം ഡ്യൂ ആകും, പിന്നെ അവരെന്ത് ചെയ്യും, ക്യാഷ് തരും. അതായത് 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് വിചാരിക്കാം. നിങ്ങൾ 70 രൂപയെ അടച്ചിട്ടുള്ളൂ.
അപ്പോൾ ബാക്കി 30 രൂപയുണ്ട്. അതാണ് ഈ പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് 30 എഴുതുക. ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ 30 രൂപ. പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ പിന്നെ നിങ്ങൾ അത് ക്യാഷ്, അപ്പോൾ അത് ഫസ്റ്റത്തെ ജേണൽ എൻട്രി ഡ്യൂ ആവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ഫൈനൽ കോൾ. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ 30 രൂപ എനിക്ക് തന്നു, ഫൈനൽ കോൾ ഓക്കെ, അതാണ് ഫൈനൽ കോൾ റിസീവ്ഡ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇതുണ്ടല്ലോ ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. അപ്പോൾ അത് ചിലപ്പോഴേ അങ്ങനത്തെ കേസ് വരത്തുള്ളൂ. എന്നാലും നിങ്ങൾ ജസ്റ്റ് പഠിച്ച് വെക്കുക കേട്ടോ. ചില കേസിൽ മാത്രമായിരിക്കും പാർട്ട്ലി പെയ്ഡപ്പ് പറഞ്ഞിട്ട് ഫുള്ളി പെയ്ഡപ്പ് ആക്കാനുണ്ടായിരിക്കും, മിക്ക കേസിലും ഉണ്ടായിരിക്കില്ല. എന്നാലും അറിഞ്ഞു വെക്കുന്നേ നല്ലതാണ്. ഓക്കെ, ഇതാദ്യം ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ ഓക്കെ നമുക്കത് റിഡീം ചെയ്യാൻ ഓക്കെയാണ്. കാരണം എന്താ, അത് ഫുള്ളി പെയ്ഡപ്പ് ആയി. ഇനിയാണ് നമുക്കത് എന്ത് ചെയ്യേണ്ടത്, റിഡീം ചെയ്യേണ്ടത്. ഈ റിഡീം ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ആദ്യം ക്യാഷ് കണ്ടെത്തേണ്ടത്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആദ്യം ആ കാര്യം ചെയ്യാനുള്ള ക്യാഷ് സെറ്റാക്കണ്ടേ. നമ്മളിപ്പോൾ ഒരു പെൻസിൽ വാങ്ങിക്കാൻ പോവാണ്. പെൻസിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് ഉണ്ടോ കയ്യിലുണ്ടോ എന്നല്ലേ നോക്കുക, എന്നിട്ടല്ലേ പെൻസിൽ വാങ്ങിക്കാൻ പോവുക. അതുപോലെയാണ് ഇവിടെയും. ഇവിടെ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് അവരുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്യാഷ് സെറ്റാക്കണം. ക്യാഷ് സെറ്റാക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഷെയർസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് പറയുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഷെയർസ് ഇവിടെ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ക്യാഷ് കണ്ടെത്തുന്നത്. ഈ ക്യാഷ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇക്വിറ്റി ഷെയർസ് തരും, അപ്പോൾ നിങ്ങൾ എനിക്ക് ക്യാഷ് തരും. നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണല്ലോ പ്രിഫറൻസ് ഷെയർസ് ഉള്ളത്. അപ്പോൾ നിങ്ങളല്ല നിങ്ങളുടെ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഞാൻ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അവരെനിക്ക് ക്യാഷ് തരും. അത് ആ ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അത് നടക്കുന്നത് ചിലപ്പോൾ പാറിലും ആയിരിക്കാം പ്രീമിയത്തിലും ആയിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്. അതിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ് പാറിലാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ വരും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് 100 രൂപയാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 100 രൂപ നിങ്ങൾ എനിക്ക് തന്നു എൻ്റെ ബാങ്കിൽ, അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് ഷെയർ ക്യാപിറ്റലോടെ കുറഞ്ഞു. അതാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. 100 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ അവർ 100 രൂപ എനിക്ക് തന്നു. ഇനി അതല്ല, അത് പ്രീമിയത്തിലാണെങ്കിൽ 100 രൂപയുടെ ഷെയറാണ്, പക്ഷേ ഞാൻ വാങ്ങിക്കുന്നത് അത് 110 രൂപയ്ക്കാണെങ്കിൽ, ഓക്കെ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നത് 110 രൂപയ്ക്കാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 രൂപയാണ്. പക്ഷേ ഞാനത് വാങ്ങിക്കുന്നത് 110 രൂപയ്ക്ക്. അപ്പോൾ ബാങ്കിൽ എത്ര രൂപ ക്രെഡിറ്റ് ആകും, ഡെബിറ്റ് ആകും, 110 രൂപ ഡെബിറ്റ് ആകും. ഷെയർ ക്യാപിറ്റലിൽ 100, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 100. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. ഇതാണ് എന്ത് പറയുന്നത്, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ജേണൽ എൻട്രി എന്ന് പറയുന്നത്. പാറിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, അതല്ല അത് പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. രണ്ടിനും നറേഷൻ കൊടുക്കുക കേട്ടോ. ഇത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, ഇത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. ചെറിയ എന്തെങ്കിലും നറേഷൻ കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത്? ഓക്കെ, അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആദ്യം നമ്മളത് പാർട്ട്ലി പെയ്ഡപ്പ് ആയിരുന്നു. പാർട്ട്ലി പെയ്ഡപ്പ് എന്ന് നമ്മളത് എന്ത് ചെയ്തു, ഫുള്ളി പെയ്ഡപ്പ് ആക്കി. ആദ്യം ഇവിടെ പാർട്ട്ലി പെയ്ഡപ്പ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ കോൾ വിളിച്ചു, അങ്ങനെ അവർ ഫുള്ളി ക്യാഷ് തന്നു. ഓക്കെ, ഫുള്ളി ക്യാഷ് തന്നു. അപ്പോൾ നമുക്കത് റിഡീം ചെയ്യണം. നിങ്ങളാണത്. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചു, ഇവിടെ ഒന്നുകൂടെ പറയാം. ഓക്കെ, അതായത് നിങ്ങൾ എനിക്ക് 30 രൂപ കൂടെ തരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ ഫൈനൽ കോൾ വിളിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടുന്നാണ് വിളിക്കുന്നതാണ് ഈ ഡ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് എന്ത് തന്നു, ക്യാഷ് തന്നു. ഓക്കെ, നിങ്ങൾ എനിക്ക് ക്യാഷ് തന്നപ്പോൾ ഫൈനൽ കോൾ റിസീവ് ആയി, ക്യാഷ് എനിക്ക് കിട്ടി. അപ്പോഴാണ് ഈ ജേണൽ എൻട്രി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനിക്ക് 100 രൂപ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഞാൻ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അവരെനിക്ക് ക്യാഷ് തരണം. അവരെനിക്ക് ക്യാഷ് തരുമ്പോൾ അത് മേ ബി പാറിലായിരിക്കാം. അതായത് ഞാൻ ഇഷ്യൂ ചെയ്യുന്നത്, അതായത് 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്കായിരിക്കാം ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 110 രൂപയ്ക്കായിരിക്കും. പാറിനാണെങ്കിൽ എന്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. 100 രൂപയാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ വരും. അതല്ല പ്രീമിയത്തിനാണെങ്കിൽ 110 രൂപയ്ക്കാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് വരും. അത് മനസ്സിലായില്ലേ? അതാണിത്. അപ്പം നമുക്ക് എന്ത് കിട്ടി, അവരെനിക്ക് 100 രൂപ അല്ലെങ്കിൽ 110 രൂപ തന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ കിട്ടി. അതായത് നിങ്ങളുടെ കയ്യിലും
100 രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത്. അതാണ് എനിക്ക് ഇവർ തരികയും ചെയ്തു. കാരണം തന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അവരെനിക്ക് ക്യാഷ് തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായി 100 രൂപ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അത് റിഡീം ചെയ്യണം. ഇതാണ് റിഡീം ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. കാണാണ്ട് പഠിക്കുക ചെയ്യാം കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരുന്നത് പാറിനായിരിക്കാം. അതായത് റിഡീം ചെയ്യുന്നത് ചിലപ്പോൾ പാറിനായിരിക്കാം. റിഡീം ചെയ്യുന്നത് പാറിനെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 100 രൂപയായിരുന്നു. പക്ഷെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണമെന്ന്, ഡിമാൻഡ് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് റിഡീം ചെയ്യുമ്പോൾ അത് 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കണം എന്ന്. റിഡീം ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കണം എന്ന് പറയാൻ തന്നെ പാറിൽ, അതാണ് വെൻ റിഡംഷൻ അറ്റ് പാറ്. അങ്ങനെയാകുമ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് വെൻ റിഡംഷൻ അറ്റ് പാർ ആണെങ്കിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവിടെ വേറെ ഒന്നും വരില്ല, രണ്ട് സൈഡിൽ 100 രൂപ ഇട്ട് കൊടുക്കുക. ഇത് ഡ്യൂ ആവുന്നതാണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അതായത് നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരും, അപ്പോൾ എൻ്റെ ബാങ്കിൽ എന്ത് ചെയ്യും? ക്യാഷ് കുറയും, 100 രൂപ അവിടെ കുറയില്ല. അതാണ് ഇത് പറയുന്നത്. അതാണ് വെൻ റിഡംഷൻ അറ്റ് പാർ. ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരുന്നത് നമ്മുടെ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കണം, പാറ് തന്നെ ആയിരിക്കണം റിഡീം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 100 രൂപ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരുന്നു, പേയ്മെൻറ്റ് ടു പ്രിഫറൻസ്, നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരുന്നു, എൻ്റെ ബാങ്കിൽ ക്യാഷ് കുറയുന്നു. ഇതാണ് എന്ത് പറയുന്നത്? ഫസ്റ്റത്തെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. ഓക്കെ, ഇതാണ് ആ ഒരു ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി വെൻ റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 100 രൂപയായിരുന്നു. ഓക്കെ, 100 രൂപയ്ക്കാണ് ഞാൻ നിങ്ങളുടെ നിന്ന് എന്ത് വാങ്ങിച്ചത്? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വാങ്ങിച്ചത്. ഓക്കെ, പക്ഷേ ഒന്നിക്ക് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാണ് എന്ത്? എനിക്ക് 110 രൂപ തന്നാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ഞാൻ ആ പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു തരത്തുള്ളൂ. അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് 10% പ്രീമിയമാണ്, അല്ലെങ്കിൽ 110 രൂപയായിരിക്കണം റിഡീം ചെയ്യുമ്പോൾ ആ ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എഗ്രി ചെയ്തു. എന്നാൽ ശരി, ഞാൻ 110 രൂപേനെ തരാം. അങ്ങനെ 110 രൂപയ്ക്കാണ് എന്ത് റിഡംഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ പ്രീമിയത്തിൻ്റെ ജേണൽ എൻട്രി ഉണ്ടല്ലോ, അതായത് ആ 10 രൂപ പ്രീമിയം വരുന്നില്ല, അതിൻ്റെ ജേണൽ എൻട്രിയാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്തിനെടുക്കരുത്? പ്രീമിയം എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി എടുക്കരുത്. ആ എമൗണ്ട് എടുക്കേണ്ടത് ഒന്നൊക്കെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതൊക്കെ ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് തരും കേട്ടോ, ഇതിലാണ് ക്യാഷ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിന്ന് എഴുതുന്നെങ്കിൽ ഒന്ന് വേണം ആ 10 രൂപ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് പ്രീമിയത്തിൻ്റെ ആ എമൗണ്ട് ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത്? ഒന്നുകിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. നമ്മൾ എന്ത് ചെയ്തു? ആ ക്യാഷ് എടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ജേണൽ എൻട്രി ആണ് എന്ത്? പിന്നെ നമ്മൾ എന്താ റിഡീം ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഡ്യൂ ആവുകയാണ് ആദ്യം. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ നമ്മൾ അതിൻ്റെ നോമിനൽ വാല്യൂ, അതായത് 100 രൂപയാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പിന്നെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് 10 രൂപയാണ്. കാരണം 110 അല്ല അതിൻ്റെ പ്രീമിയം വരുന്നത്. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ടോട്ടൽ എത്രയാണ് കൊടുക്കുന്നത്? 110 ആണ്. അതാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. മറ്റത് രണ്ടും ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരികയാണ് എന്ത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്? 110 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ബാങ്കിൽ 110 രൂപ ക്രെഡിറ്റ് ആകും ഫോർ പേയിങ് ദ എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ഇതിൽ വരുന്ന എന്ത് പറയുന്നത്? ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഈ ജേണൽ എൻട്രി, ഈ നോട്ട്സ് കംപ്ലീറ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ എൻ്റെ ചാനൽ പോവുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല കേട്ടോ, അതിൻ്റെ താഴെ ഉണ്ടായിരിക്കും ഹായ് എന്നൊരിത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു ലിങ്ക് കാണാം. അപ്പോൾ ആ ലിങ്കിൻ്റെ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോവും. ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവിടെ ഇങ്ങനെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട് ടെലഗ്രാം. ഡയറക്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് ടെലഗ്രാമിൽ പോകും. എന്നിട്ട് അവിടെ ഉണ്ടായിരിക്കും എൻ്റെ നോട്ട്സ് കംപ്ലീറ്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നോട്ട്സ് ഉണ്ട്, ബാക്കിയുള്ള നോട്ട്സിന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ നോട്ട്സൊക്കെ. അതായത് നമുക്ക് പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് പ്രോബ്ലം കൂടെ ഞാൻ എന്ത് ചെയ്യാം, ആഡ് ആക്കിയിട്ട് PDF അതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്ത് വയ്ക്കുക. കാരണം ഞാൻ PDF എല്ലാം നോട്ട്സ് എല്ലാം ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്കിതിൽ വരുന്ന ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ പറയുക കേട്ടോ എല്ലാവരും. കാരണം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ ഒന്ന് പറയുക കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ മേ ബി എല്ലാവർക്കും അതങ്ങ് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ ക്ലാസ് കാണുന്നവർ മേ ബി പല ലെവലിലുള്ള പിള്ളേരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പീക്കായിട്ട് നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട്സ് വേണമെന്നുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.